നമ്മളൊന്നും പറയരുത്. ഇവൻ ആരാന്ന് അറിയത്തില്ല. ഏതൊരു കണിയാ എവിടുന്നോ വന്ന് കയറിയതാ. ഇവന് പോകാനും നിൽക്കാനും ഒരു ഇടവുമില്ല. എന്റെ വെങ്കമ്പേലേക്ക് കൂടെ കുറെ കൂടെ കൂടിയതായിരുന്നു പണ്ട്. എന്തുവാ മാളേക്കര ഒരു കവലൻ, മാളേക്കര അനിരുദ്ധൻ, പിന്നെ പ്രഭാകരനോ മാളേക്ക പ്രഭാകരൻ, നിങ്ങളിൽ പ്രഭാകരന്റെ പേര് പറഞ്ഞേക്കോ. മാളേക്ക പ്രഭാകരൻ ഞങ്ങളെ മൂക്കി കേട്ടു എന്നെ അമ്മയും മൂക്കി കേട്ടുന്നോ. മാളേക്ക പ്രഭാകരനെ വിളിക്കട്ടെ അതിനാലും നമുക്കറിയില്ല മാളേക്ക പ്രഭാകരൻ എന്തോ ചെയ്യാനാണ്. പിന്നാരെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ശശി ഉണ്ടായിരുന്നു, മരിച്ചുപോയി. പങ്കജാക്ഷ് എന്ന് പറയുന്ന ഒരു മാനുണ്ടായിരുന്നു. ഇവരെല്ലാം ഇവരുടെ കൂടെ ഇതാക്കിയത്. പിന്നെ ഒരു കാർത്തൻ സാറും മറ്റേത് പിന്നെ ചേട്ടത്തിയുടെ ഭർത്താവിനോട് ജീവിക്കാൻ വേണ്ടി ചേട്ടത്തിയുടെ കൊച്ചിനെ ഇവിടെ നിർത്തി നോക്കുമായിരുന്നത്. അങ്ങനെ പിന്നെ ഒരു കല്യാണം കഴിച്ചൊരു ചിന്നപ്പൂജാന്ന് അന്നേരെ പോയി ഇവരുടെ കളഞ്ഞിട്ട് ഒരാഴ്ച പോലും നിന്നിട്ടാണ് ആൾക്കാർ പറയുന്നത്. അങ്ങനെ ഭയങ്കര നമ്മുടെ അനാവശ്യങ്ങളെല്ലാം പറയുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. കൊണ്ടുവന്ന ഒരു കടയിൽ നിന്ന് ഒരു ചെറുക്കനെ കൊണ്ടുവന്നേക്ക് ഞാൻ ചെറുക്കനായിട്ട് എന്തൊക്കെയോ ഇടപാടൊക്കെ നടത്തിയത് കാരണം ആ ചെറുക്കനെ പറ്റിച്ചാൽ ഇവരെ പറ്റിച്ചാൽ ഇവിടെ തന്നെ പറഞ്ഞതാണ്. അങ്ങനെ നടക്കുകയാണ്. ഇനി ഇവരുടെ മോള് നിങ്ങൾ അന്വേഷിച്ചാൽ മതി 10 എട്ടുന്നതിനെ പൊറുക്കിയതാണ്, ഇതിന്റെ മലപ്പുറത്ത് കൊണ്ടുവിട്ടതാണ്. ഇതൊക്കെ നിങ്ങൾക്ക് അന്വേഷിക്കാം എന്നിട്ടാണ് നമ്മളെ പറയുന്നത്. നമ്മൾ മംഗലാപുരത്ത് കോളേജ് പഠിച്ചത് ലക്ഷ്യ ടോപ്പ് കോളേജിൽ നിന്ന് തിരക്കിയാൽ മതി. ഇത് മയക്കുമരുന്ന് നിങ്ങൾ പറയുന്നത് ഞാൻ മയക്കുമരുന്ന് നിങ്ങൾ പോയി ടോപ്പ് കോളേജ് തിരക്കി അത് പറഞ്ഞുതരും. മയക്കുമരുന്നോ കള്ളൊക്കെ അടിച്ചിട്ടുള്ളത് ധർമ്മസ്ഥല മഞ്ചേശ്വര ടോപ്പ് കോളേജ് അവിടെ നിന്ന് നല്ലപോലെ തിരക്കിയാൽ മതി. അപ്പൊ അവർക്ക് എന്നെ അറിയാം. സാറുമാർക്ക് എന്താ അറിയുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ പറയും മയക്കുമരുന്നോ കഞ്ചാവൊക്കെ അടിച്ചിട്ടുണ്ടോ. പിന്നെ കേട്ടോ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇങ്ങനെ എല്ലാ മയക്കുമരുന്ന് കഞ്ചാവും. അപ്പം ഈ കുറെ ആൾക്കാരുണ്ട് ഈ മയക്കുമരുന്നിന്റെയും കഞ്ചാവിന്റെയും കടകളുണ്ടാക്കി എന്തൊക്കെ ഇൻഷുറൻസ് ഒക്കെ തട്ടി നടക്കുന്നത്. ഈ രാജമി എന്ന് പറയുന്നത് ഇതുപോലെ കുറെ മയക്കുമരുന്നിന്റെ കടകൾ പലരെയും പറഞ്ഞു ഇവരുടെ ഭർത്താവിന്റെ ഒരു അനിയനുണ്ട്. 2ാം കല്യാണം കഴിച്ച ഭർത്താവ് പുള്ളിയൊക്കെ അനിയന്റെ മോനെഴുതി ഒരു രവീന്ദ്രൻ എന്ന് പറയുന്നതിന്റെ മോൻ എന്താണ് ചിപ്പുരാൻ എനിക്ക് കഴിച്ചില്ല. അവൻ ഇതുപോലെ കഞ്ചാവ് തെറ്റലിനും ഒക്കെയാണ് ഇവർ പറഞ്ഞു നടന്നത്. ഇങ്ങനെ പലരെ കുറിച്ച് ഒരു പല കഥകൾ പറഞ്ഞിട്ടുണ്ട്. ഇവരുടെ സ്വന്തം ഭർത്താവിനെ കുറിച്ച് പറഞ്ഞത് ഒരീന്ദ്രൻ അങ്ങേരെ പേര്. അങ്ങേര് എന്താണ് 2 പെണ്ണുങ്ങളുടെ വിനോദിനി എന്ന് പറഞ്ഞൊരു പാവപ്പെട്ട പെണ്ണുണ്ടായിരുന്നു. അവർ വിളിക്കാൻ പറ്റിന്റെ കൂടെ ഒരു പെണ്ണുണ്ടായിരുന്നു. അവരുടെ കൂടെ അവിടെ കൂടെയൊക്കെ ആവുന്നു. അങ്ങനെ പല പല കഥകൾ ഇതിലുണ്ട്. ഇങ്ങനെ കഥകൾ ഉണ്ടാക്കി നടത്തുന്നത് ഇവരെ ഈ രാജമി എന്ന് പറയുന്നത്. ഇപ്പൊ പറയുന്നത് രാജമിക്ക് 1.5 വർഷം ഇവരെ ചെലവിൽ കൊടുക്കുന്നു. സുബ്രഹ്മണ്യം ഈ ചെലവിൽ കൊടുത്ത കഥകളൊക്കെ വിദേശിലാണ് പറയുന്നത്. രാജമന് എവിടാണെന്ന് ഞാൻ കഴിക്കുന്നു. നീ നേരിട്ടാണ് എവിടാണെന്ന് നീ ചെന്നാ മതിയല്ലോ. നീ അവിടെ ചെന്ന് അവളോട് നീ കൊടുത്ത ചെലവിന്റെ കാശൊക്കെ വാങ്ങിച്ചത്. ഇതൊക്കെ അച്ഛൻ ഉണ്ടാക്കിയ ഇല്ല. അല്ലാതെ രാജമയ്ക്ക് ഇതുവരെ നേരിട്ട് മനസ്സിലായി. ഇതൊക്കെ അച്ഛൻ സഹദേവന്റെയാണ്. സഹദേവൻ ഉണ്ടാക്കിയതാണ്. രാജമയുടെ ആയില്ല സഹദേവൻ. ഇവിടെ 2-3 കെട്ടി വേറെ പൊടി എന്ന് പറയുന്ന തങ്കപ്പൻ എന്ന് പറയുന്ന അല്ലൂക്കാലയിലെ തങ്കപ്പനെ ഇനി വല്ല ആദിത്യ മക്കാരുടെ പേര് പറയുന്നത് പേര് പറയുന്നേക്കാം. കൊച്ചൊക്കെ വേറെ പറയുന്ന ഇക്കരക്കാരൻ കൊച്ചക്കാരെ 10 മാസം നടക്കാൻ വേണ്ടി നടക്കുന്ന ഇത് മഹാവല്ലാത്ത കളി വരുന്നത്. എവിടെയോ പിള്ളേരുടെ 3 പേർക്ക് പോയി കളി. അപ്പം അടുത്ത് അത്ര കളിയത് 3 വല്ലാതെ കാത്തിരിക്കുന്നത് കാര്യം പിള്ളേരെ ഫോൺ മറ്റേ പറഞ്ഞിരുന്നത്. അപ്പൊ അങ്ങനെ അവരുടെ ഇതിലോട്ട് ഇത് പോകണം. സുബ്രഹ്മണ്യം പോയി ഈ വലിയ ചെറിയമാരുടെ എന്റെ പ്രയത്നം എന്നാ പറയുന്നത്. ഇവന്റെ പ്രയത്നം നിങ്ങളെന്നെ നിരന്തരം ചെലവ് കൊടുക്കാനാണ് പറയുന്നത്. രാജനയ്ക്ക് ചെലവ് കൊടുക്കാൻ കുട്ടൻ ഞാനല്ല രാജനയ്ക്ക് ചെലവ് കൊടുക്കാൻ എനിക്കറിയുന്നത് എന്തുവാന്നുള്ളത്. അപ്പം രാജനയ്ക്കൊക്കെ ഇതൊക്കെ ചെയ്ത് പറ്റിച്ച് പറിക്കുമായിരുന്നു. രാജനയ്ക്ക് കാശ് കിട്ടി കൊടുക്കുന്നത് കണ്ടവരെയൊക്കെ പറ്റിച്ച് പറിച്ചൊക്കെ ഉണ്ടാക്കിയാണ് ഈ രാജന എന്ന് പറയുന്നത്. ഇതിന് കുറെ പേര് കാശ് കൊടുത്ത് വലിയ മഹാറാണി അമ്മ മഹാറാണി എന്നുള്ളതായിരുന്നു വാഴോണ്ടിരിക്കുക. പലരുടെയും ഇവിടെ ഇങ്ങനെ കാശ് കൊടുക്കുന്നു പറഞ്ഞവിടെ എല്ലാം മാസങ്ങൾ കൂടി വളരെ പേരുകളുടെ ഇവിടെ ചുറ്റിപ്പറ്റി കുറ്റി എന്ന ജീവൻ പോയി ഒത്തിരി നിങ്ങൾ അന്വേഷിച്ചാൽ മതി. ഈ കടകൾ മറ്റേ കടകൾ മറിച്ച കടകൾ ഇവിടെ പോകുമ്പോൾ ഇവിടെ വീട്ടിലുള്ള പലരില്ല. ഇവിടെ വീട്ടിൽ താമസിച്ചത് വെറും 10-25 വയസ്സായപ്പോഴേ അവളെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പലരും കടലിൽ അതുപോലെ ഇത് വളരെത്താനായിട്ട് വന്നത്. ഇവിടെ 250 സ്റ്റാഫുകളുണ്ടായിരുന്നു. 250
ഉറങ്ങി കഴിഞ്ഞെന്ന് പറയുന്നത് ആസ്വദിക്കുക ആസ്വദിക്കുക അങ്ങനെ പല പല വേലകളാണ് എന്നിട്ട് നടക്കും വെള്ളം കഴിഞ്ഞ് ബാക്കിക്കൊണ്ടാണ് ബാക്കിനകത്തെല്ലാം ഒളിപ്പിച്ച് നടത്തേണ്ട അങ്ങനെ ഒരു 5 പവന്റെ ഒരു മാലയാണ് ചോദിച്ചോണ്ട് പോയത് ഈ രാജ്യം ഇങ്ങനെ നടക്കുന്നത് കഴിഞ്ഞു.